പുലർനിലാച്ചില്ലയിൽ കുളിരിടും മഞ്ഞിന്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ അലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ സ്കൂളിൽ ഇപ്പോൾ അവധിക്കാലമാണ്. അപ്പോൾ കുഞ്ഞാവൻ കൊണ്ട് നമ്മളൊരു ഹോളിഡേയ്സിന് വന്നേക്കുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ലേക്ക് സൈഡ് ആൻഡ് ഹാവത്ത് വൈറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കൽക്കരി തീവണ്ടിയെ കയറാനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ജിൻഡു നോക്കിക്കൊണ്ടിരിക്കുന്ന ബുക്കുകൾ അതൊരു ചാരിറ്റിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ബുക്കുകളാണ്. നമുക്ക് അവിടുന്ന് ബുക്ക് എടുക്കാം, എന്നിട്ട് അവിടെ വെച്ചേക്കുന്ന പെട്ടിയിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു തുക ഇടാം. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കുറേ ഈ പഴയ കാലത്തെ പോലത്തെ ബ്രീഫ് കേസൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാൻ ചെയ്തു വന്നതല്ലെങ്കിലും ജിൻഡുവിൻ്റെ ഔട്ട്ഫിറ്റ് ശരിക്കും ആ ഒരു സിറ്റുവേഷന് മാച്ച് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ടൊരു വിൻറ്റേജ് സ്റ്റൈൽ ഫോട്ടോസ് കുറച്ചെടുത്തു. കണ്ടോ, കൽക്കരിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ. ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 17 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്യുന്നുള്ളൂ ഈ ട്രെയിനിൽ. അപ്പം ആ ഒരു ഡെസ്റ്റിനേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ അടുത്ത ട്രെയിനിന് കയറി തിരിച്ചു വരും. ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ കൽക്കരിയൊക്കെ ഇട്ട് അത് കത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങ് പോരെ നമുക്ക് അങ്ങോട്ട് പോയാലോ. നമ്മൾ എത്തിയില്ല കയറി. ഇതന്നെ ട്രെയിനാണ്. സ്റ്റീം എഞ്ചിൻ കോൾ ട്രെയിനാണ്. കൽക്കരി ട്രെയിൻ. കൽക്കരി എന്ന് പറഞ്ഞാൽ കോൾ ട്രെയിൻ. എന്റെ കൂടെ ഉള്ളത് ഫേമസ് യൂട്യൂബർ അനൂപ് അതും ടെമുവിന്റെ. അനൂപ് ഗിംബൽ ഇന്ന് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ പണിയൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് കമ്പയിലാണ്ട് ഫോൺ കെട്ടിവെച്ചേക്കുന്ന പോലെ ഉപയോഗിച്ചു നടപ്പുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്ന് ഡോറുകളെല്ലാം അടച്ചു. എന്നിട്ട് നമ്മുടെ ട്രെയിൻ പയ്യെ മൂവ് ചെയ്ത് തുടങ്ങി. ട്രെയിൻ ആ തുരങ്കത്തിനകത്തോട്ട് കയറിയപ്പം ഞാൻ ജനലടച്ചിട്ടില്ലായിരുന്നു. ചൂട് കാരണവും അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ജനലടയ്ക്കാത്തതുകൊണ്ട് ഉള്ള പുകയെല്ലാം ശരിക്കും അകത്തോട്ട് കയറി. നമ്മൾ പോകുന്ന വഴിയുള്ള തടാകങ്ങളിലൊക്കെ ആളുകൾ പാഡ്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 17 മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ വന്ന ട്രെയിനിൻ്റെ എഞ്ചിനാണ് ആ ഓടി പോകുന്നത് കേട്ടോ. അതിപ്പം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത് നേരെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്.
നമ്മളോട് ഇന്ന് വന്നേക്കുന്നത് അനൂപും ഫാമിലി അതുപോലെ തന്നെ മാത്യൂസും ഫാമിലിയാണ്. അപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ സ്റ്റക്കായ സമയത്ത് അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാം, പക്ഷെ നമ്മുടെ പ്ലാനിൽ അതില്ലാത്തതുകൊണ്ട് നമ്മളത് ബോട്ടിങ്ങിന് പോയില്ല. അപ്പോൾ നമ്മുടെ ട്രെയിൻ തിരിച്ചു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഒരു ലേക്ക് വ്യൂ റെസ്റ്റോറൻറ്റിൽ കയറി. രണ്ട് പട്ടി. നമ്മുടെ ചിക്കൻ ബർഗറും ചായയും കാപ്പിയൊക്കെ വന്നു. കുഞ്ഞാവയ്ക്ക് ചീസ് സാൻഡ്വിച്ചൊക്കെ ഉള്ളൊരു കിഡ്സ് മീലും മേടിച്ചു. ബോട്ടിങ്ങിന് പോയ ആളുകൾ തിരിച്ചു വരുന്നതാണത്. അത് നമ്മുടെ റെസ്റ്റോറൻറ്റിനോട് ചേർത്ത് നിർത്തി അതിൻ്റെ താഴത്തെ നിലയിലാണ് ഇറങ്ങുന്ന ആൾക്കാർ. അപ്പം നമ്മൾ അവിടുന്ന് ഇതൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ തിരിച്ചു വരാറായി. അപ്പോൾ അവിടുന്ന് ഇച്ചിരി ലേറ്റായി. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഓടുവാണ്ടത്. ഞാൻ ട്രെയിൻ അവിടെ നിർത്തിയിട്ടേക്കുന്നു. ഞാൻ ഓടാം. ഞങ്ങൾ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്, അതിന് കയറി പോകണം. ഇല്ലെങ്കിൽ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനുള്ളൂ. ഞങ്ങളുടെ സഹയാത്രികനായിട്ടൊരു പട്ടിക്കുട്ടനുമുണ്ട്. അപ്പോൾ നമ്മൾ കൽക്കരി തീവണ്ടിയിൽ ചെറിയൊരു യാത്ര ചെയ്തിട്ട് തിരിച്ചെത്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒത്തിരി കയറിയിട്ടില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ കുഞ്ഞാവയ്ക്കാണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണ്. അപ്പോൾ കുഞ്ഞാവെ ശരിക്കും അത് എൻജോയ് ചെയ്തു. അപ്പോൾ ഒത്തിരി വലിയ ജേണി അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ജേണി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും അത് എൻജോയ് ചെയ്തു. അവരെ എൻഗേജ് നിർത്താനും പറ്റി കുട്ടികളെയൊക്കെ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്തൊരു ഫാമിലേക്കാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ അടുത്ത ആഴ്ച iടാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. Continue supporting us. Thank you. Gonna go around there, so turn now.